Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ ആ ബ്ലൂമാൻ അവനാണെങ്കിൽ രാവിലെ തന്നെ ആ ഹോട്ടലിൽ നിന്നും കൂട്ടി പുറത്തേക്ക് വരികയാണ്. നമുക്ക് എത്രയും വേഗം ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരവരുടെ ഫ്ലൈറ്റ് ആ നിർത്തിയിട്ട സ്ഥലത്തേക്ക് വരും. അവിടെയാണെങ്കിൽ ഇപ്പൊ ഫ്ലൈറ്റ് അത് കാണാനില്ല. ലാസ്റ്റ് ടൈം അവർ ഫ്ലൈറ്റ് ഉണ്ടാക്കിയ ആ മോൺസ്റ്റേഴ്സ് ഫ്ലൈറ്റ് അടിച്ചു മാറ്റി അവിടെ ആ ഒരു വലിയ പിക്കാസ് ഇപ്പൊ കുത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബ്ലൂമാൻ ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, അവർ നമ്മുടെ ഫ്ലൈറ്റ് അത് മോഷ്ടിച്ചു. എന്തായാലും ലക്ഷ്യത്തിൽ നിന്ന് നമുക്ക് പിന്മാറാനായിട്ട് കഴിയില്ല. നമുക്ക് മുൻപോട്ടേക്ക് നടക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും നടക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ബ്ലൂമാനോട് ചോദിക്കും, നമുക്ക് എന്തിനാണ് ഇങ്ങനെ വെറുതെ നടക്കേണ്ട ആവശ്യം? നമുക്ക് വേണമെങ്കിൽ പറന്നു പോയിക്കൂടെ? അതിനവൻ പറയും, ഈ ഒരു കാറ്റിലും അതുപോലെ തന്നെ ഗ്യാസിന്റെ ശക്തിയിലും നമുക്ക് ഒരുപാട് ദൂരം പറക്കാനായിട്ട് കഴിയില്ല. അല്പസമയം പറക്കുമ്പോൾ തന്നെ നമ്മൾ ടയർഡായി താഴേക്ക് വീഴും. ഒത്തിരി ദൂരം പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മൾ വേഗം ക്ഷീണിക്കും. പിന്നീട് നടക്കാൻ പോലും നമുക്ക് കഴിയാതെ വരും. ഇപ്പൊ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ വഴിയിൽ വെച്ച് ഏതെങ്കിലും പ്ലെയിനോ മറ്റെന്തെങ്കിലോ കിട്ടാതിരിക്കില്ല. നമുക്ക് എങ്ങനെയെങ്കിലും എത്താനായിട്ട് കഴിയും. സുപ്രീം കായ് ആണെങ്കിൽ ഞങ്ങൾക്ക് തിരികെ എർത്തിലേക്ക് പോകാൻ കഴിയില്ലെന്ന് ചോദിക്കും. അതിന് ബ്ലൂമാൻ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്ന് പറയും. പക്ഷെ ഗോക്കുവിനാണെങ്കിൽ അവര് പറയുന്നത് കേട്ട് വെറുതെ ഇരിക്കാനായിട്ട് തോന്നില്ല. അവനാണെങ്കിൽ പറക്കാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷെ അല്പദൂരം പറക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്യാസിന്റെയും കാറ്റിന്റെയും ഫോഴ്സിൽ അവൻ പറക്കാൻ കഴിയാതെ ഒരുപാട് ടയർഡായി താഴേക്ക് വന്ന് വീഴുകയാണ്. അതെ, ഈ പറഞ്ഞ 100% ശരിയാണ്. പറക്കാനായിട്ട് കഴിയുന്നില്ല. ഇതിന്റെ ഫോഴ്സ് വളരെ കൂടുതലാണ്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഞാൻ ടയർഡായി പോയെന്ന് പറയും. അതിനുശേഷം അവരാണെങ്കിൽ ഒരുപാട് ദൂരം നടക്കും. അപ്പോഴാണെങ്കിൽ നടന്ന് ഗൊക്ക പോലുള്ളൊരു സ്ഥലത്തേക്ക് അവരെത്തുകയാണ്. ഗോക്കു ആണെങ്കിൽ താഴേക്ക് നോക്കും. ഓ നോ, ഇനി എങ്ങനെ നമ്മൾ മറുവശത്തേക്ക് പോകും? ദി സീ ഓഫ് ഡാർക്ക്നെസ് ആണ്, ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ പറക്കാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ബ്ലൂമാൻ ആണെങ്കിൽ പറക്കും. തൊട്ടു പിന്നാലെ നമ്മുടെ ആൾക്കാരും പറക്കുകയാണ്. ഓ, അപ്പോ ഇവിടെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടെ ഉണ്ടല്ലേ. പറക്കേണ്ട സ്ഥലത്ത് നമ്മൾ പറക്കുക തന്നെ വേണോ അല്ലേ? അതിന് സുപ്രീം കായ് പറയും, ഇവിടെ വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട്. താഴേക്ക് ഡാർക്ക്നെസ്സിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നെ ജീവനോടുകൂടെ തിരികെ വരാൻ പറ്റില്ല. അവനത് പറയുന്ന അടുത്ത നിമിഷം ഒരു ഫിഷ് മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യും. ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അതിന്റെ അടുത്ത് നിന്ന് തെന്നി മാറുകയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതാണെങ്കിൽ വായിലൂടെ ഫയറൊക്കെ തുപ്പി നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം ബ്ലൂമാൻ ആണെങ്കിൽ അതിനെ അടിച്ച് പഞ്ചറാക്കി താഴെയിടും. അതാണെങ്കിൽ അങ്ങനെ ആ ഡാർക്ക്നെസ്സിലേക്ക് വീണ് മൊത്തത്തിൽ നശിച്ചു പോവുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ അവനെ അഭിനന്ദിക്കും. വാവ്, എന്റെ അത്ര സ്ട്രോങ് അല്ലെങ്കിലും നീ ഏറെക്കുറെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സുപ്രീം കായെ കഴിഞ്ഞും നീ ഭേദമാണ്. സുപ്രീം കായ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല. നീ വെറുതെ എന്നെ കളിയാക്കാതെ വേഗം നടന്നു പോവാൻ നോക്ക്. അങ്ങനെ കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ ഗോക്കുവിനാണെങ്കിൽ നന്നായിട്ട് വിശക്കുകയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും. അടുത്ത ടൗണിലെത്തി കഴിയുമ്പോൾ നിനക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഞാൻ വാങ്ങിത്തരാം. പക്ഷെ അവരത് പറഞ്ഞു തീർക്കേണ്ട താമസം വലിയൊരു മോൺസ്റ്റർ വീണ്ടും അവരുടെ മുൻപിലേക്ക് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. ആ മോൺസ്റ്റർ ആണെങ്കിൽ വലിയൊരു ഗദ വെച്ച് ഗോക്കുവിനെ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഗോക്കു ആണെങ്കിൽ ഓടി വന്ന് അതിനെ കിക്ക് ചെയ്ത് അങ്ങനെ താഴെ ഇടുകയാണ്. ബ്ലൂമാൻ ആണെങ്കിൽ വണ്ടർ അടിക്കും. ആക്ച്വലി ഞാൻ അതിനെ കണ്ടിട്ടില്ലായിരുന്നു. തന്നിരുന്ന ആ മോൺസ്റ്ററിനെ കണ്ടുപിടിക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു? അതിന് ഗോക്കു ഹായ് ആയിട്ട് പറയും, എന്റെ കയ്യില് കീ പവർ ഉണ്ട്. അതിന് ബ്ലൂമാനാണെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാവില്ല. അതിന് സുപ്രീം കായ് പറയും, അവൻ ഓപ്പോസിറ്റ് ഉള്ളവരുടെ എനർജി വെച്ച് ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് അവനെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് അല്പദൂരം കൂടെ മുൻപോട്ടേക്ക് നടക്കുമ്പോൾ ഒരു ചായക്കട അവർ കാണും. ഗോക്കുനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവർ 3 പേരും അവിടേക്ക് ഓടിയെത്തും. അവന് കഴിക്കാനായിട്ട് വലിയ ഇഗ്വാന പൊരിച്ചതും അടിപൊളി ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇഗ്വാനെ കടിച്ചു പറിച്ച് തിന്നതിന് ശേഷം ആ ഡ്രിങ്ക്സ് കുടിക്കും. അതിനാണെങ്കിൽ ഭയങ്കര കയ്പ്. അവനാണെങ്കിൽ അത് പുറത്തേക്ക് തുപ്പും. അതിനുശേഷം ബ്ലൂമാൻ ആണെങ്കിൽ ഇപ്പൊ ആ കടവുടമസ്ഥയോട് ഞങ്ങൾക്കൊരു പ്ലെയിൻ ആവശ്യമുണ്ട്, എവിടെന്നെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ ചോദിക്കും. ഉടനെ അവരാണെങ്കിൽ അവരുടെ ഹസ്ബൻഡിനെ വിളിച്ച് നമ്മുടെ ആൾക്കാരുടെ ആവശ്യം അറിയിക്കും. അതിന് ഹസ്ബൻഡ് പറയും, പ്ലെയിൻ ഒന്നും എൻ്റെ കയ്യിലില്ല, പക്ഷേ ഫ്ലൈയിങ് സീഡ് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് ഞാൻ തരാം. 120 km/h സ്പീഡിൽ അത് ഫ്ലൈ ചെയ്യും. അതിന്റെ വില 8000 ആണെന്ന് പറയും. അത് കേട്ട് ബ്ലൂമാൻ ആണെങ്കിൽ ആലോചിക്കും, അത് നഷ്ടമാണ്, 8000 രൂപയ്ക്ക് അതില്ല. ഉടനെ അപ്പാപ്പും പറയും, അങ്ങനെയാണെങ്കിൽ 5000 തരാം. അതേസമയം സുപ്രീം കായും നമ്മുടെ ഗോക്കുവും അവർ രണ്ടുപേരും അവിടെയുള്ള സാധനങ്ങളൊക്കെ തിന്നും രുചിച്ചും മണത്തും ഒക്കെ നോക്കും. ആ ലേഡി ആണെങ്കിൽ അവിടേക്ക് വന്ന് ആ ഫുഡ് ഐറ്റംസും മെഡിസിൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇത് ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനുള്ള മെഡിസിൻ ആണ്. ഇത് നമ്മുടെ സ്ട്രെങ്ത്. ഇത് കഴിക്കുകയാണെങ്കിൽ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് നല്ല ബോഡിയും ആരോഗ്യ സ്ട്രെങ്ത്തും ഒക്കെ തന്നെ കിട്ടും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ തുള്ളിച്ചാടും. അവൻ ആ ബ്ലൂ മാനോട് അതുപോലെ ആ സ്ട്രെങ്ത് കൂട്ടുന്ന മെഡിസിൻസ് അത് വാങ്ങിത്തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യും. ഉടനെ ബ്ലൂമാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സീഡ്സ് ഒക്കെ തന്നെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവർ പുറത്തേക്ക് വരും ഫ്ലൈയിങ് സീഡിന് വേണ്ടി.
പാപ്പനാണെങ്കിൽ വമ്പൻ അനൗൺസ്മെന്റ് ഒക്കെ കൊടുക്കും. ഫ്ലൈങ് സീഡ് അത് ഇവിടേക്ക് വരാൻ പോവാണ്. ഉടനെ ലേഡി ആണെങ്കിൽ ആ വലിയ ഫ്ലൈങ് സീഡ് അതിപ്പോ ഒരു ഉന്തുവണ്ടിയിൽ വെച്ച് വലിച്ചവിടേക്ക് കൊണ്ടുവരും. ലേഡി ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കും. ഉടനെ ബ്ലൂമാൻ ആണെങ്കിൽ അത് ചൂണ്ടി കാണിച്ചു കൊടുക്കും. അവരാണെങ്കിൽ അത് ആ ഡയറക്ഷനിലേക്ക് സെറ്റ് ചെയ്യും. പറയും നിങ്ങൾക്ക് പോകാനുള്ള സമയമായി, എത്രയും വേഗം ആ സൈഡിലേക്ക് കയറ്. ഉടനെ നമ്മുടെ ബ്ലൂമാനും പുറകെ നമ്മുടെ ചെക്കന്മാരും അവര് 3 പേരും ആ സൈഡിൽ കയറി ഇരിക്കുകയാണ്. ആ ലേഡി ആണെങ്കിൽ വിളിച്ചു പറയും മുൻപിലിരിക്കുന്ന ആളെ പുറകിലിരിക്കുന്നവർ ടൈറ്റായിട്ട് ഹഗ് ചെയ്യുക. തന്നെ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ മുമ്പിലിരിക്കുന്ന ബ്ലൂമാനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യാണ്. അടുത്ത നിമിഷം ആ ഒരു കൗണ്ട് ഡൗൺ അത് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം ആ ഒരു സീഡിന്റെ ഇല അത് പറിച്ചെടുക്കും. ரொம்ப സ്പീഡിൽ ആ സീഡാണെങ്കിൽ മുകളിലേക്ക് അങ്ങനെ കുതിച്ചു പറക്കുകയാണ്. ഗോക്കുവും പ്രിയങ്കായും അവർ രണ്ടുപേരും ഷോക്കാവും. ഓ നോ, ഇത് വളരെ സ്പീഡിലാണ് പറന്നു പോകുന്നത്, ഇങ്ങനെയൊന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനുശേഷം അവർ റിലാക്സ് ആയിട്ട് ചുറ്റും നോക്കും. ഗോക്കുവും പ്രിയങ്കായും ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ ബ്ലൂമാനോട് ചോദിക്കും ഇതിനു മുൻപ് നിങ്ങളിത് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ? അതിനവൻ പറയും ഞാനിത് ഡ്രൈവ് ചെയ്യല്ല, ഈ സീഡ് അത് തനിയാണ് പറക്കുന്നത്, ഇത് നമുക്ക് ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് കേട്ട് ഗോകു ഞെട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സീഡ് അത് താഴെ പതിക്കില്ലേ? അതിന് ബ്ലൂമാൻ പറയും അതെ, ഇത് താഴെ പതിക്കുന്നതിന് മുൻപ് നമ്മൾ ഫ്ലൈ ചെയ്ത് താഴെ സേഫായിട്ട് ഇറങ്ങണം. ബ്ലൂമാൻ അത് പറയേണ്ട താമസം ഇപ്പൊ അതാണെങ്കിൽ താഴേക്ക് പതിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ആ ഒരു ഡാർക്ക് പിറ്റിലേക്കാണ് അതിപ്പോ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ ബ്ലൂമാൻ ആണെങ്കിൽ വിളിച്ചു പറയും എത്രയും വേഗം നമ്മൾ ഫ്ലൈ ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, അതല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വീണ് മരണപ്പെടും. ബ്ലൂമാൻ ആണെങ്കിൽ സിഗ്നൽ കൊടുക്കും. അടുത്ത നിമിഷം അവർ 3 പേരും ഫ്ലൈ ചെയ്ത് ഒന്ന് ലാൻഡ് ചെയ്യാണ്. ആ സീഡാണെങ്കിൽ ഇപ്പോ ആ ഒരു വലിയ തിണ്ടിലങ്ങനെ ഇടിച്ചിറങ്ങും. ബ്ലൂമാൻ ആണെങ്കിൽ ചുറ്റും നോക്കും. നമ്മൾ ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് വന്നു കഴിഞ്ഞു. ഇനി ഒരു ഹാഫ് ഡേ നടക്കുകയാണെങ്കിൽ നമ്മൾ ആ പാലസിലേക്ക് എത്തും. അത് കേട്ട് ഇപ്പോ ഗോകു ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഹാഫ് ഡേയോ? ഒരു കാര്യം ചെയ്, നമുക്ക് ഇവിടെ മുതൽ പറക്കാനായിട്ട് തുടങ്ങാം. അഥവാ തളർന്നു പോവുകയാണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ച ഈ എനർജി ബൂസ്റ്റർ മെഡിസിൻ ഇത് കഴിച്ച് നമുക്ക് ബാക്ക് ടു നോർമലായി വീണ്ടും പറക്കാൻ കഴിയുമെന്ന് പറയും. അത് കേട്ട് ബ്ലൂമാനും അതുപോലെ സുപ്രീംകായും അവർ രണ്ടുപേരും ഒരുപോലെ പറയും ഞങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല, കഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കേട്ട് ഗോകു ആണെങ്കിൽ സാഡാവും. അവരാണെങ്കിൽ മുൻപോട്ടേക്ക് നടക്കും. ഗോകു ആണെങ്കിൽ അവിടുത്തെ ഡ്രാഗൺ ബോളിനെ കുറിച്ച് ചോദിക്കും. സത്യത്തില് ഭൂമിയിലുള്ളതുപോലുള്ള ഡ്രാഗൺ ബോൾ അതെവിടെ ഉണ്ടോ? അതെവിടെയാണ്? അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് കഴിയോ? അതിന് ബ്ലൂമാൻ പറയും ഡ്രാഗൺ ബോൾ ഉള്ളത് ഈ ഒരു ഡീമൺ വേൾഡിലാണ്, ബാക്കിയുള്ളിടത്തെല്ലാം ഈ ഒരു ഡ്രാഗൺ ബോളിന്റെ കോപ്പി മാത്രമാണ്. മാത്രമല്ല ഡീമൺ വേൾഡിലുള്ള ഡ്രാഗൺ ബോൾസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. അതെവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 3 ഡീമൺ വേൾഡിലും പ്രത്യേക സ്ഥലത്താണ് ആ ഒരു ഡ്രാഗൺ ബോൾസ് ഉള്ളത്. ഡ്രാഗൺ ബോൾസിനെ പ്രൊട്ടക്ട് ചെയ്ത് ഗാമീസ് ഉണ്ട്. അവരുമായിട്ട് ഏറ്റുമുട്ടി വേണം ആ ഒരു ഡ്രാഗൺ ബോൾസ് അതെടുക്കാനായിട്ട്. പക്ഷെ അവർ ഭയങ്കര പവർഫുൾ ആണ്. അത്ര എളുപ്പത്തിൽ അവരുടെ കയ്യിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയില്ല. 3 ഡ്രാഗൺ ബോൾസ് മാത്രമാണ് ഉള്ളത്. അത് 3 ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഷെൽട്രോണെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കേട്ട് ഗോകു ആണെങ്കിൽ വിളിച്ചു പറയും അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ഞാനത് ചെയ്യും. അതിന് കുമാരാണെങ്കിൽ തീർത്തു പറയും നിനക്കെന്നല്ല അത് ആർക്കും ചെയ്യാനായിട്ട് കഴിയില്ല, ഇതുവരെ അതാരും ചെയ്തിട്ടുമില്ല. ഉടനെ സുപ്രീം കായാണെങ്കിൽ അവനെ വാൺ ചെയ്യും നമ്മൾ ഇവിടേക്ക് വന്നത് ഡണ്ടയെ രക്ഷിക്കാനാണ്, മറ്റൊന്നിനും അല്ല. ഉടനെ ഗോകു ആണെങ്കിൽ അല്പനേരം ആലോചിച്ച് എന്തുകൊണ്ട് ആ ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ നമുക്ക് ഡണ്ടയെ കണ്ടെത്തിക്കൂടാ? ഡണ്ടയെ കണ്ടെത്തുക എന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമല്ലേ? സോ ആ ഡ്രാഗൺ ബോള് ഒന്നിപ്പിച്ച് നമുക്ക് അവനെ കണ്ടെത്തിക്കൂടെ? അതൊരു നല്ല ഐഡിയ ആണെന്ന് ഇപ്പൊ ബ്ലൂമാനും ശരിവെക്കും. ആ ഒരു ഡ്രാഗൺ ബോളിലൂടെ ഡണ്ടയെ കണ്ടെത്തുകയും നിങ്ങളുടെ സൈസ് പഴയതുപോലെ ആക്കുകയും ചെയ്യാമെന്ന് പറയും. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് മുൻപോട്ടേക്ക് പോകും. ഒരു വീണ്ടും മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടി വരുമ്പോൾ ദൂരത്തായിട്ട് ഒരു കൂട്ടം ആൾക്കാരെ കാണും. ബ്ലൂമാൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും സുപ്രീം കിങ്ങിന്റെ പോലീസുകാരാണ് ആ കാണുന്നവർ. ഇവിടെ പോലീസുകാരാണെങ്കിൽ ഇപ്പൊ ജനങ്ങളോട് പറയും സുപ്രീം കിങ് ഡാബറയ്ക്ക് ശേഷം ഇപ്പൊ സുപ്രീം കിങ് ആയി മാറിയിരിക്കുന്നത് ഗോമയാണ്. പഴയ കിങ്ങിന് കൊടുത്തതിന് കഴിഞ്ഞും 3 ഇരട്ടി തീരുവ അത് പുതിയ കിങ് ഉണ്ടപ്പൻ ഗോമയ്ക്ക് നിങ്ങൾ കൊടുക്കണമെന്ന് പറയും. അത് കേട്ട് ജനങ്ങൾ ഞെട്ടുകയാണ്. ഒരാളാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. കഴുത്തിലുണ്ടായിരുന്ന ചെയിനില് അതിൽ പവർ കൊണ്ടുവന്ന് ഇപ്പോൾ അവനെ ലോക്ക് ചെയ്ത് തിരികെ കൊണ്ടുവരികയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് പണം തരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആയുസിൽ നിന്ന് 9 വർഷമായിരിക്കും എടുക്കുക എന്ന് പറയും. ജനങ്ങളെല്ലാവരും അവരുടെ കയ്യിലുള്ള കുറേശ്ശെ പണം ഇപ്പൊ അതിലേക്ക് കൊണ്ടുവന്നെടുക്കും. പണം തികയാത്തവരുടെ ആയുസ് അത് അവർ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ അവരുടെ കാലിൽ വീണ് കെഞ്ചും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അതെല്ലാം കണ്ട് അവരുടെ രക്തം തിളക്കുകയാണ്. അടുത്ത നിമിഷം അവിടേക്ക് വന്നൊരു പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ പോലീസുകാരെ വെല്ലുവിളിച്ച് ഒരു ബോംബ് അവർക്ക് നേരെ എറിയും. അവരാണെങ്കിൽ ഭയന്ന് നിൽക്കും. ആ ബോംബാണെങ്കിൽ ചീറ്റി പോവാണ്. അവളാണെങ്കിൽ ഇവിടെ നോടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമെങ്കിലും പോലീസുകാരെല്ലാവരും ചേർന്ന് അവളെ ലോക്ക് ചെയ്ത് അവളുടെ മുഖം മൂടി അത് അഴിക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട ഗോകു ആണെങ്കിൽ അവന്റെ സ്റ്റിക്കുമായിട്ട് അവർക്ക് നേരെ ചാടി വരും. ഗോകു ആണെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് അവന്റെ സ്റ്റിക്ക് ഉപയോഗിച്ച് ആ പോലീസുകാരെ മുഴുവൻ തല്ലി താഴെ ഇടുകയാണ്. അവരാണെങ്കിൽ കൃത്യമായിട്ടും ഗോകുവിനെ കാണും.
ഉടനെ ബ്ലൂമാനും സുപ്രീം കായും അവർ രണ്ടുപേരും ചേർന്ന് ഗോകുവിനെ പിടിച്ചു വലിച്ച് സേഫ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. യു ആർ അൺബിലീവബിൾ ഗോകു, നീ കാണിച്ച മണ്ടത്തരങ്ങൾ കൊണ്ട് ഇപ്പോ കുഴപ്പത്തിലായത് നമ്മളാണ്. നിന്നെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഗോകുവിനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. അടുത്ത നിമിഷം ആ ഫൈറ്റ് ചെയ്ത പെൺകുട്ടി അവളാണെങ്കിൽ അവരുടെ അടുത്തേക്ക് വന്ന് അവളുടെ മാസ്ക് അത് റിമൂവ് ചെയ്ത് അവരെ ടെററായിട്ട് നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.